മോനെ, ഞാൻ നിന്റെ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇത്ര വീർപ്പിച്ചിട്ട് അങ്ങ് ഇരിക്കുക. നിന്റെ അച്ഛനോട് അവർക്കുണ്ടായിരുന്ന ദേഷ്യം കാണണമായിരുന്നു. ഓ, ഞാനങ്ങനെയൊന്നല്ല. എന്തേ നീ എന്താ മിണ്ടാത്തെ? അല്ല, അത് ആന്റി ഇവിടെ തോന്നിയായിരിക്കൂലേ? തോന്നലല്ല, ഞാൻ നേരിട്ട് കണ്ടതാ മോന്റെയും വീർപ്പിച്ചോട്ട് അങ്ങനെ ഇരിക്കുന്നത്. അവര് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമുണ്ട്, നിനക്കത് അറിയാഞ്ഞിട്ടാണ്. ഞാൻ പണ്ട് കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമല്ലേ. ഒരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ കൊടുത്തില്ല, വേണ്ടിക്കലെടുത്ത് കുടിച്ചോളാൻ. അങ്ങനെയാണ് ഒരു ഭാര്യ പറയേണ്ടത്? മമ്മി അങ്ങനെയൊന്നും സാറിന് പറയാറില്ല. ഓ, ഞാൻ നേരിട്ട് കണ്ട കാര്യമല്ലേ നിന്നോട് പറയുന്നത്. ഞാൻ എൻ്റെ ഭർത്താവിനോട് അങ്ങനെയൊന്നും ചെയ്യാറില്ല. നിന്റെ അങ്കിളിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ സ്നേഹത്തോടെ കൊണ്ട് കൊടുക്കും. അല്ല ആന്റി, അവര് തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ട്. അത് നിന്റെ തോന്നലാ. ഒരു നിസ്സാര കാര്യത്തിന് ഇങ്ങനെയാണ് വഴക്കുകൊണ്ട് ആവശ്യമുണ്ടോ? പറ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ നിന്റെ ഭാര്യയും തമ്മിൽ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കൂടാറുണ്ടോ? അതില്ല. ആ പിന്നെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നാളെ നീ എന്നോട് ചോദിക്കരുത് ആന്റി അറിഞ്ഞുകൊണ്ട് എല്ലാം അറിഞ്ഞിട്ടും എന്താ ആന്റി എന്നോടൊരു വാക്ക് പറയാതിരുന്നേ എന്ന്. ഞാൻ അറിയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാ. നീ മനസ്സിൽ വെച്ചോ ഇതൊക്കെ, അത് നല്ലത് നിനക്ക്. ദേ ഇങ്ങോട്ട് നോക്കടേ, നീ കണ്ടുപിടിച്ച പെണ്ണിൻ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അല്ല, അവളുടെ പേരെന്താണെന്ന് പറഞ്ഞേ? ജെസി. ആ, ജെസി. അവളുടെ കുടുംബമായിട്ടൊക്കെ മിണ്ടാനൊക്കെ തുടങ്ങിയോ? അങ്ങനെ ഇല്ല, പിണക്കമൊന്നുമില്ല. നിന്റെ അപ്പം മിണ്ടാറുണ്ടോ? ആരും ജെസി എടുത്തോ? ആ, ജെസി എടുത്തുണ്ടോ? അവരുടെ കുടുംബമായിട്ട് മിണ്ടാറുണ്ടോന്ന്? അങ്ങനെ മിണ്ടി തുടങ്ങിയില്ല. ആ, അങ്ങനെയൊന്നും ഇല്ലാന്ന് ടോം പറഞ്ഞെങ്കിലും നിന്റെ കുടുംബത്തോട് അവന് ഭയങ്കര ദേഷ്യം. ഇല്ല, ടോമിന് അങ്ങനൊന്നും ഇല്ല. ഉണ്ട്. അവന് നിന്റെ കുടുംബത്തിന്റെ പേര് പറയുമ്പോൾ ദേഷ്യാണ്. ദേഷ്യം വന്നിട്ട് കൈ കൊണ്ട് ഇടിയടിച്ചു. ദേഷ്യമില്ലാണ്ട് അങ്ങനെ ചെയ്യോ? നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണത്തിന് അവരെതിർത്തില്ലേ? അതിന്റെ ദേഷ്യം അവനുണ്ട്. അവന്റെ അപ്പന്റെ ദേഷ്യം അവനും കിട്ടിയിട്ടുണ്ട്. അല്ല, എന്റെ മോള് ഡേസി അറിയത്തില്ലേ? ഇല്ല. അവളോട് ഇങ്ങനെ തന്നെയായിരുന്നു. എങ്ങനെ തന്നെയായിരുന്നു? അവളോട് ഇങ്ങനെ തന്നെ സ്നേഹത്തിലായിരുന്നു. എപ്പോഴും വീഡിയോ കോൾ ചെയ്യായിരുന്നു. ആര്? നിന്റെ ടോം. അല്ല, അത് ചിലപ്പോ മോളെ പരിചയപ്പെടുന്നതിന് മുന്നേ ആയിരിക്കും. ഞാൻ അവര് സംസാരിക്കുന്ന കണ്ടിട്ട് ഞാൻ വിചാരിച്ചു അവര് തമ്മിൽ ഭയങ്കര റിലേഷനിലാണെന്ന്. സത്യം. ഞാനത് അച്ചായനോട് പറയുകയും ചെയ്തു. അച്ചായന് ഭയങ്കര താല്പര്യമായിരുന്നു. എന്നിട്ട് പിന്നെ എന്തുണ്ടായി? അതെന്താന്നറിയില്ല, ചിലപ്പോ അതിനിടയിൽ മോളെ പരിചയപ്പെട്ട് കാണും. അപ്പൊ അല്ല, ഇപ്പൊ ചിലപ്പോ അവര് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും. ബ്രേക്കപ്പോ? ആ,